ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പപ്പായ വെച്ചിട്ടുള്ള ഒരു തോരനാണ്. അതിനുവേണ്ടി ഞാൻ ഒരു ചെറിയ പപ്പായ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 ടേബിൾ സ്പൂൺ തേങ്ങ, 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ കടുക്, 1 വറ്റൽമുളക്, 4 ചെറിയുള്ളി, 2 പച്ചമുളക്. പച്ചമുളക് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടാം. കുറച്ച് കരിവേപ്പില, പിന്നെ വേണ്ടത് വെളിച്ചെണ്ണ, ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ കുട്ടികൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം നമുക്ക് പപ്പായയിലേക്കുള്ള തേങ്ങയൊന്ന് ചതച്ചെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാർ എടുത്ത ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക്, ചെറിയുള്ളി, കുറച്ച് കരിവേപ്പില എന്നിവ ഇട്ട ശേഷം ഇതൊന്ന് ചതച്ചെടുക്കാം. ഇനി പപ്പായ തോരൻ ഉണ്ടാക്കുന്നതിനായി ചീനച്ചട്ടി നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് വറ്റൽമുളക് പൊട്ടിച്ചിടാം. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉഴുന്നുപരിപ്പ് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ അതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച പപ്പായ ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതൊന്ന് വാടി വന്നതിന് ശേഷം പപ്പായ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കാതെയാണ് വേവിക്കുന്നത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. പപ്പായ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഏകദേശം പപ്പായ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് 2-3 മിനിറ്റ് നേരം കൂടെ അടച്ചു വെച്ച് വേവിക്കാം. തേങ്ങയുടെ റോ ടേസ്റ്റ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് 2-3 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ പപ്പായ നന്നായി വെന്തിട്ടുണ്ട്. ഇതിൻ്റെ ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇതിൽ ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നത് പപ്പായ കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. അതേപോലെ തന്നെ ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. കണ്ടാൽ കാബേജിൻ്റെ തോരൻ പോലെ ഇരിക്കും. അപ്പോൾ നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.